ട്രംപിന് കാതോർത്ത് വിപണികൾ. പ്രഖ്യാപനം ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും. എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണ് ലോകം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന പകരത്തിനു പകരം തീരുവയും മറ്റു വ്യാപാര നടപടികളും എത്ര വരും, എങ്ങനെയാകും എന്നുള്ള ആശങ്ക ഇന്നലെ വിപണികളെ താഴ്ത്തിയിരുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ട്രംപ് പുതിയ തീരുവകൾ പ്രഖ്യാപിക്കുക. എല്ലാ രാജ്യങ്ങൾക്കും 20% തീരുവ എന്നതാണ് ട്രംപ് പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പല രാജ്യങ്ങൾക്കും ഈ നിരക്ക് ആശ്വാസകരമായി തോന്നുന്നുണ്ട്. നേരത്തെ വാഹനങ്ങൾ, വാഹന ഘടകങ്ങൾ, സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്ക് പ്രഖ്യാപിച്ച 25% ചുങ്കം 20% കുറയ്ക്കും എന്നും കരുതപ്പെടുന്നുണ്ട്. ചൈനയ്ക്ക് ട്രംപ് ഈ ഭരണകാലത്ത് 2 തവണയായി ചുമത്തിയതും 20% തീരുവയാണ്. തീരുവയില്ലാതെ ഇറക്കുമതിയും കയറ്റുമതിയും നയപരമായ വിലക്കുകളും നിയന്ത്രണങ്ങളും ഉള്ള രാജ്യങ്ങൾ അവ നിശ്ചിത സമയത്തിനകം മാറ്റിയില്ലെങ്കിൽ പിഴച്ചുങ്കം ചുമത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുന്നു എന്നാണ് സൂചന ലഭിക്കുന്നത്. അതേസമയം കൂടുതൽ ചുങ്കവും നിയന്ത്രണങ്ങളും ഉള്ള രാജ്യങ്ങൾക്ക് കൂടിയ ചുങ്കം ചുമത്തും എന്ന റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ ചെയ്തു. ഏത് നിലപാടാണ് ട്രംപ് അവസാനമായി എടുത്തത് എന്ന് പറയാറായിട്ടില്ല. ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ചൊവ്വാഴ്ച രാത്രി 23,293 ക്ലോസ് ചെയ്തു. ഇന്ന് രാവിലെ 23,333 ഇന്ത്യൻ വിപണി നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വിപണി എങ്ങനെയാണെന്ന് വെച്ചാൽ യൂറോപ്യൻ വിപണികൾക്ക് ചൊവ്വാഴ്ച മികച്ച നേട്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. മാർച്ചിലെ യൂറോ മേഖല വിലക്കയറ്റം 2.2% കുറഞ്ഞതും വിപണിയെ സഹായിച്ചിട്ടുണ്ട്. തീരുവ പ്രഖ്യാപനത്തിന്റെ തലേന്ന് US വിപണി ഒട്ടൊരു ആശ്വാസത്തിലാണ് അവസാനിച്ചതും. പൊതുവെ ഒറ്റ നിരക്കിലാകും തീരുവ എന്നതാണ് പ്രധാന ആശ്വാസം. അമേരിക്കൻ സർക്കാരിന് പ്രതിവർഷ വരുമാനം $1 ലക്ഷം കോടി വർദ്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട തീരുവ.